എല്ലാ നല്ല മനുഷ്യർക്കും ഞങ്ങൾ രണ്ടുപേരുടെയും നമസ്കാരം. രവിയേട്ട, ഇന്നത്തെ കവിതയെ കുറിച്ച് ഇന്ന് നമ്മള് ദീപം എന്ന് പറഞ്ഞ കവിതയാണ്. നേരത്തെ ഒരു സൂചന നൽകുന്നുണ്ടായിരുന്നു. ദീപം 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 എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് എന്തോ ദീപം അതിനെ കുറിച്ച് കൂടുതൽ. അതെ, ദീപം എന്ന് പറഞ്ഞാല് വെളിച്ചം, പ്രകാശം. നമ്മള് വെളിച്ചത്തിലേക്ക് പറഞ്ഞിട്ടൊരു കവിത നേരത്തെ എഴുതും. അതേ വെളിച്ചം തന്നെയാണ് ശരിക്കുള്ള ദീപവും. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് വെളിച്ചമാണ്. വെളിച്ചമില്ലെങ്കിൽ അന്ധകാരമയമായി പോകും. യഥാർത്ഥമായ വെളിച്ചം എന്താന്ന് പറഞ്ഞാൽ അറിവാണ്, പരമമായ ജ്ഞാനമാണ്, സത്യമാണ്, ഈശ്വരനാണ് എന്നും പറയാം. ഈശ്വരന് പ്രത്യേക നിർവചനമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഈശ്വരനായിട്ടും കൊടുക്കാം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ കവിതയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ദീപം എന്ന് പറഞ്ഞ കവിത മലയാളത്തിൽ വലിയൊരു നോവല് എഴുതിയാൽ ഉണ്ടാവുന്നത്രയും അതിന്റെ ഒരു പ്രതീതി നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിവിടുന്നു. കാരണം ജീവിതം മുഴുവൻ അതിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടിക്കാലമുണ്ട്, നമ്മുടെ ചെറുപ്രായമുണ്ട്, പ്രൗഢാവസ്ഥയുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യം, അവസാനം യാത്ര വരെയുള്ള അവിടെയുണ്ട്. അത് നമ്മൾ നയിക്കുന്നത് ഒരു ദീപം. നമ്മുടെ മനസ്സിലും ഒരു ദീപം ഉണ്ട്. അതാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. അവസാന കാലത്തും ഒരു ദീപം. അതെ, അവസാന കാലത്തും ഒരു ദീപം ഉണ്ടല്ലോ. അത് എനിക്കൊന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ജീവിതകാലം മുഴുവനും ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ. ആ ദീപമില്ലെങ്കിൽ നമ്മുടെ എല്ലാം സ്തംഭിച്ചു പോകുന്നു. കുട്ടിക്കാലത്ത് മുതൽക്കേ നമുക്ക് ആ ദീപം നോക്കാം. നമ്മുടെ ഗുരുക്കന്മാര് കൊളുത്തിത്തരുന്ന ദീപം, അമ്മ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ദീപം, ഇതെല്ലാം മുതൽക്ക് നമുക്ക് ജീവിതത്തിന്റെ അവസാനം വരെ കിട്ടുന്ന ദീപം അറിവായിട്ടെടുക്കാം. ആ അറിവിന് നമ്മൾ മുമ്പോട്ട് നയിക്കാൻ പോകുന്നത്. ഓ ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്നൊരു ഇംഗ്ലീഷ് കവിതയാണ്. അതുപോലെ ടാഗോറിന്റെ നമ്മൾ ഇന്നലെ പറഞ്ഞു, രവീന്ദ്രൻ വെളിച്ചമേ നയിച്ചാലും. അങ്ങനെയുള്ളൊരു നല്ല ചെറിയ കവിതയാണ്. ഒരു ഹിന്ദി അധ്യാപകനൊക്കെ ആയിരുന്നു. ഞാൻ ഹിന്ദി ഇപ്പൊ എല്ലാം മറന്നു. ഇപ്പൊ എനിക്ക് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഇപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചു ഒറ്റക്ക് തന്നെ. എന്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ സഞ്ചാരത്തിലായിരുന്നു. കൂടാളി ഉണ്ടാവുമ്പോ ഞാൻ തനിച്ച് എന്നെ ആരും കൊണ്ടുപോകുന്നു. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഒറ്റക്കാണ് യാത്ര. നമ്മൾ SSLC പരീക്ഷ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ കൂടാളി താമസിക്കുമായിരുന്നു. അപ്പൊ കൂടാളി താമസിക്കുമ്പോൾ അച്ഛൻ ജോലിക്കും നോക്കുന്നില്ല, എന്നെ പഠിപ്പിക്കുന്നുമില്ല. കൂടാളി ഞാൻ അമ്മയുടെ അടുത്ത് അവിടെ താമസിക്കുമ്പോ ഇത് രണ്ടും നോക്കുന്നില്ല. എൻ്റെ പണി എന്താന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അന്ന് അച്ചടിച്ച 5 പുസ്തകങ്ങളുണ്ട്. വിചാരവിഹാരം 1-2 ഭാഗം, പൂമ്പാറ്റകൾ, മണിവീണ, ശാന്തിക്കാരെന്നോ പറ്റിയാണെന്ന് തോന്നുന്നു മറ്റേ 5ാമത്തെ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകങ്ങള് കാസർഗോഡ് മുതൽ വടകര വരെ കൊണ്ട് വിൽപ്പന നടത്തണം. അല്ല, പണ്ട് അങ്ങനെ തന്നെയാണ്. വള്ളത്തോളൊക്കെ പുസ്തകമായിട്ട് വിൽക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വേണം അതിനൊക്കെ ചിലവൊക്കെ തരും. അതൊക്കെ കൃത്യമായിട്ട് വളരെ. പക്ഷെ പൈസ അങ്ങനെ കിട്ടുമൊന്നുമില്ല. ഇല്ല, ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അച്ഛൻ എന്നോട് ചോദിച്ചതല്ലാതെ ഞാൻ അച്ഛനോട് ചോദിച്ചു. അച്ഛന് എപ്പോഴും പൈസയുടെ ആവശ്യമുണ്ടോ? പേടി കൊണ്ടും പിന്നെ ഒരു വാശി കൊണ്ടും. വാശി എന്ന് പറഞ്ഞാൽ വാശി. പിന്നെ അച്ഛനടുത്ത് എപ്പോഴും പണം കൊടുക്കാനല്ലാതെ, മറ്റുള്ളവർക്ക് കൊടുക്കാനല്ലാതെ സ്വന്തക്കാർക്ക് കൊടുക്കാൻ പണം ഉണ്ടാവില്ല. വീട്ടിലെപ്പോഴും ദാരിദ്ര്യമായിരുന്നു. ഇന്നിപ്പോ 1000 രൂപ കിട്ടി 1000 രൂപ മറ്റുള്ളവർക്ക് ദാനം ചെയ്യലാണ്. ഒന്നുകൊണ്ട് ദാനം തന്നെ. അദ്ദേഹത്തിന്റെ ഒരു ലേഖനം തുടങ്ങുന്നത് പണം വാരിക്കൂട്ടുകയല്ല, വാരി കൊടുക്കുകയാണ് പ്രഭുത്വം. അങ്ങനെ വാരിക്കൊടുത്ത് പ്രഭുവായ ആളാണ് കുഞ്ഞിരാമൻ നായർ. വാരിക്കൊടുത്തുകൊണ്ട്
ഒരാളെ കണ്ട് ആദ്യം സൽക്കരിക്കലാണ്. നമ്മളിപ്പോ വഴിക്ക് വെച്ച് കണ്ടു, കവിയെ കണ്ട കവി ആദ്യം പറയും വരും നോക്കും, ഓരോ ചായ കുടിക്കാൻ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടു. അവിടെ നിന്നാണ് തുറക്കും. അപ്പൊ നമ്മളിൽ പൈസ ഇല്ലായിരിക്കും വെച്ചാൽ നിങ്ങളോട് കടം മേടിച്ചിട്ട് നിങ്ങളെ ഞാൻ കുടിപ്പിക്കും. ഈ കടം പിന്നെ തിരിച്ചു കൊടുക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം, അത് വേറെ. ആരോടും മേടിക്കും. പണം വ്യവഹാരത്തിനുള്ള ഒരു വസ്തു മാത്രമാണ്, അല്ലാതെ സൂക്ഷിച്ച് പെരുപ്പിച്ചു അങ്ങനെ ഒന്നും ചെയ്യാനുള്ളതല്ല. അത് വ്യവഹാരം. ആരോടും ചോദിക്കും, ആരോടും മേടിക്കും. പക്ഷെ അഭിമാനമുണ്ട്. അത്ര സൗഹൃദം അടുത്തുള്ളവരോടെ ചോദിക്കുന്നു. കവിതയിലേക്ക് മെല്ലെ കിടക്കാം. ചെറിയൊരു കവിത അല്ലേ? ആറ്റുനൊറ്റ നെടും രാവിൽ തിങ്കൾ വന്ന നാൾ, കലക്കൽ നിന്നിളം പിഞ്ചു ജീവനായുസ്സുയർന്നതും, ഉദ്യോഗ വിദ്യാലബ്ധിക്കു പുസ്തകം കരളുന്ന നാൾ, നക്ഷത്രം വിരിയും രാവിലൊത്തു നിന്ന് തുണച്ചതും. അതിന്റെ ബാക്കി ഞാൻ ചൊല്ലാം. അതെ, ബാക്കിയല്ല, നിങ്ങൾ തുടക്കം നിങ്ങളുടെ ചൊല്ലല് വേറെ. തിങ്കൾ വന്ന നാൾ, ആറ്റുനോറ്റോ നെടും രാവിലീറ്റില്ല തിങ്കൾ വന്ന നാൾ. ആറ്റുനോറ്റോന്നാണോ നോറ്റാന്നാണോ? ആറ്റുനോറ്റോ നെടും രാവിലീറ്റില്ല തിങ്കൾ വന്ന നാൾ, തലയ്ക്കൽ നിന്നിളം പിഞ്ചു ജീവൻ ആയുസ്സു നേർന്നതും, ഉദ്യോഗ വിദ്യാലബ്ധിക്കു പുസ്തകം കരളുന്ന നാൾ, നക്ഷത്രം വിരിയും രാവിലൊത്തു നിന്നു തുണച്ചതും, മധ്യയൗവന ചൈത്രത്തിലനംഗപ്പനി നിർമ്മണം ചിന്നും മണിയറയ്ക്കുള്ളിൽ കണ്ണു ചിമ്മിയിരുന്നതും, മാവ് വെട്ടുന്ന തൊടിയിൽ മൂങ്ങ മൂടുന്നൊരന്തിയിൽ കോടി വസ്ത്രം മൂടിയിട്ട തലയ്ക്കൽ നിലകൊണ്ടതും, സ്നിഗ്ധാനമോ മനിച്ചുള്ള ഗാത്രത്തിൽ നൃത്തമാടിഹ പട്ടണ ചാമ്പലാൽ ചിത്രം പാടേ മാച്ചു കളഞ്ഞതും, അകക്കോവിലുള്ളോരു വിളക്കിൽ പ്രതിബിംബമായി അനങ്ങാതെ സർവസാക്ഷിതാൻ. 1959 എഴുതിയ കൂടാളി ഉണ്ടാവുന്ന കാലത്ത് എഴുതിയ. ഏതായാലും സന്തോഷം രവിയേട്ട, നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കാൻ സമർപ്പിക്കാം.